സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആണ്, ഹെലീന ടീച്ചറാണ്. സിസ്റ്റർ ഹെലീന ആൽബിയാണ് മാധ്യമങ്ങളെ കണ്ടത്. സിസ്റ്റർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. മാധ്യമങ്ങൾക്കും മന്ത്രിക്കും സർക്കാരിനും കോടതിക്കും ഷോൺ ജോർജിനും ഹൈബിയുടെ എംപിക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ചോദ്യം ഇതാണ്, കുട്ടിയെ സ്കൂളിൽ കയറ്റുമോ എന്നുള്ളതാണ്. സ്കൂളിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കും, നിബന്ധനകൾ പാലിച്ചാണെങ്കിൽ ക്ലാസ്സിലിരിക്കാം എന്നുള്ളതാണ് ടീച്ചർ ഇപ്പോൾ പറയുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്, തട്ടമിട്ട ടീച്ചർ കുട്ടിയെടുത്ത് തട്ടമിടാതെ വരരുത് എന്ന് പറയുന്നതിനകത്തൊരു വിരോധാഭാസമില്ലേ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച ഒരു ചോദ്യവും. നമുക്കിപ്പം അലി അക്ബഷയുണ്ട്. അലി അക്ബഷ, ഇന്നും ക്ലാസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തില്ല. TC വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? അരുൺകുമാർ, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ സെന്റ് റീത്ത സ്കൂൾ പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ചത് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നതാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം വിളിച്ചത്. വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ഇടപെട്ട ആളുകൾ, മന്ത്രിയും ഹൈബിയുടെ എംപിയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇത്രമാത്രമാണ് പറഞ്ഞു വെച്ചത്. നിയമാവലി പാലിച്ചുകൊണ്ട് കൃത്യമായി സ്കൂളിൽ എത്താൻ ഈ കുട്ടി തയ്യാറാണെങ്കിൽ ആദ്യ ദിനം കുട്ടിയെ എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ തന്നെ പഠിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന ഒറ്റ വാക്ക് പറഞ്ഞു വെക്കുക മാത്രമാണ് ഈ വാർത്താ സമ്മേളനത്തിലുടനീളം ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ സ്കൂൾ സ്വീകരിച്ച നിലപാടിൽ നിന്നും ഒരടി പിന്നോട്ടില്ല. ആ നിലപാട് ആവർത്തിക്കുകയാണ് സ്കൂൾ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഈ കുട്ടി TC വാങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചോ, അങ്ങനെ പോയാൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു അറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, മറ്റു മറുപടികൾക്ക് തയ്യാറല്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ സെന്റ് റീത്ത സ്കൂൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ കുട്ടിയുടെ പിതാവ് കുട്ടിക്ക് വലിയ മാനസിക സംഘർഷമുണ്ടായ സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി സെന്റ് റീത്ത സ്കൂളിലേക്ക് വിടുന്നില്ല, കുട്ടി TC വാങ്ങി പോവുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്ന പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മറ്റു ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ എന്തായാലും സ്കൂൾ പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചത് ഇത്ര മാത്രമാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ നിലപാട്, അതായത് സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിലെത്താൻ ഈ കുട്ടി തയ്യാറാണെങ്കിൽ ആദ്യ ദിവസം എങ്ങനെയാണോ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയത് സമാന നിലയിൽ തന്നെ കുട്ടിയെ പഠിപ്പിക്കാൻ സ്കൂൾ തയ്യാറാണ്. മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും, അതായത് നേരത്തെ പറഞ്ഞതിൽ കവിഞ്ഞുള്ള വിട്ടുവീഴ്ചകൾക്കൊന്നും ഈ ഘട്ടത്തിലും തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. മന്ത്രി നടത്തിയ വിമർശനങ്ങൾക്ക്, മന്ത്രി ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിമർശനത്തിനോട് വലിയ വിമർശനം സ്കൂളിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് അധികം പറയുന്നില്ല എന്നതുമാണ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം.